ചേലക്കരയുടെ ഫാഷൻ ഇനി അടിമുടി മാറും. അതെ, നമ്മളോട് ചേലക്കരയിൽ VK സിൽക്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ ജെന്റ്സ്, കിഡ്സ്, ലേഡീസ് വെയർ വമ്പൻ കളക്ഷൻസും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി തിരഞ്ഞെടുക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നു. ട്രെൻഡി ഡിസൈനുകളും ഫാഷൻ സ്റ്റൈലുകളും നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. പഴയന്നൂർ കുന്നത്തറ ALP സ്കൂളിൽ വായനാ മാസാചരണ പരിപാടികൾക്ക് സമാപനമായി. പ്രശസ്ത എഴുത്തുകാരി ഗാഥ പഴയന്നൂർ വായനാ മാസാചരണ പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു. നോക്കിയിട്ടുള്ള ഒരു സ്കൂളായിരുന്നു. ഇവിടെ വന്ന് നമ്മുടെ ടീച്ചറിനെയും കുട്ടികളുടെ കഴിവുകളെ വളർത്താൻ ടീച്ചർമാരുടെ പരിശ്രമങ്ങളെയും കണ്ടപ്പോൾ അതിയായ സന്തോഷമുണ്ട്. വായനയെ വളർത്താൻ വേണ്ടി വായനയുടെ ഇമ്പോർട്ടൻസ് കുട്ടികളിലേക്ക് എത്തിക്കാനും അതുപോലെ വായനയെ പരിപോഷിപ്പിക്കാൻ വായന എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നെല്ലാം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മാസത്തോളം വായനാ മാസ ആചരണം ഇവിടെ നടത്തിയത്. ഒരുപാട് പരിപാടികളെല്ലാം നടത്തി. സാധാരണ കുട്ടികൾക്കാണ് പരിപാടികളും മത്സരങ്ങളും നടത്തുക. ഇപ്രാവശ്യം രക്ഷിതാക്കൾക്ക് കൂടിയുണ്ട്. എന്നെ അറിയുന്ന കുറച്ച് രക്ഷിതാക്കൾ വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് സമ്മാനമുണ്ട് ചേച്ചി എന്നൊക്കെ പറയുമ്പോ കുട്ടികൾക്ക് ഉണ്ടാവുന്നതിനേക്കാൾ വലിയ സന്തോഷം ആ രക്ഷിതാക്കളുടെ മുഖത്തും കണ്ടു. അത് വലിയ സന്തോഷം. ഇത്രയും നല്ലൊരു പരിപാടി നടത്തിയതിന് നമ്മുടെ ടീച്ചർമാർക്കെല്ലാം എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഗായിക S. ജാനകിക്ക് പ്രണാമം അർപ്പിച്ച് ജാനകി ആലപിച്ച ഗാനങ്ങൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കുഞ്ഞാവേ ഓ പൂവേ പൊൻപൂവേ രാരീരാരം പൂവേ കരവും നീ നിലവും നീ വായോ വായോ വാവേ. ആകാശ പൊന്നാലിലെ തൊട്ടേ വരാം, ആകാശ പൊന്നാലിലകളിലായത്തിൽ തൊട്ടേ വരാം, തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്ത ഊഞ്ഞാലിടാം. സ്കൂൾ പ്രധാന അധ്യാപിക M. പ്രമീള അധ്യക്ഷയായി. തൃശൂർ സിറ്റി ട്രാഫിക് യൂണിറ്റ് സബ് ഇൻസ്പെക്ടർ V. പ്രദീപ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM അസീസ്, റിട്ടയർഡ് DEO അംബികവല്ലി ടീച്ചർ, മുൻ PTA പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, ഋതുൻ മാസ്റ്റർ, KU കൃപ ടീച്ചർ എന്നിവർ സംസാരിച്ചു. പാഠ്യപുസ്തകങ്ങൾക്കപ്പുറമായിട്ട് വായനശാലകളിലും അതുപോലെ തന്നെ സ്കൂൾ ലൈബ്രറികളൊക്കെ ആശ്രയിച്ച് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ശീലമെങ്കിലും ഉണ്ടായിരുന്നു. അത് പലരും അത് കണ്ടിന്യൂ ചെയ്യും. ചിലരൊക്കെ കുറച്ചു കാലത്തേക്ക് വായിക്കും, പിന്നെ നിർത്തും. അങ്ങനെയെങ്കിലും ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ പുതിയ കാലഘട്ടത്തില്, മാറിയ കാലഘട്ടത്തില് ഈ വായന എന്നുള്ള ആ ഒരു അനുഭൂതി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. കവിതാലാപനവും നടന്നു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ഫാത്തിമ സഹല, ജെറൂഷ ഷിബു എന്നിവർക്കുള്ള സ്നേഹാദരവും വായനാ മാസാചരണ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും ഉപഹാരങ്ങളും സമ്മാനിച്ചു. CCV ന്യൂസ്, പഴയന്നൂർ.